ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു സൈലം CMA. ഓൾറെഡി നമ്മൾ CMA ക്യാറ്റിൻ്റെ മാരത്തണിൽ CMA ക്യാറ്റിൻ്റെ ജൂൺ 2025 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ സെഷനിൽ നമ്മൾ ഹാൻഡിൽ ചെയ്യാൻ പോകുന്നത് ഡിസംബർ 2024 CMA ക്യാറ്റിൻ്റെ ലോയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ്. നമുക്ക് നേരിട്ട് ക്വസ്റ്റ്യൻസിലേക്ക് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ കോൺട്രാക്ട് എൻറ്റേർഡ് വിത്ത് ദ ലുനാറ്റിക് ഡ്യൂറിംഗ് ദ ടൈം ഓഫ് ഹി സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള സമയത്ത് ലുനാറ്റിക്കുമായിട്ട് നമ്മളൊരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്തിട്ടുണ്ട്. എന്തായിരിക്കും അത്? ഉറപ്പായിട്ട് നമുക്കറിയാം എന്താണ്, വാലിഡ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ കോമ്പറ്റന്റ് ടു എൻ്റർ ഇൻ ടു എ കോൺട്രാക്ട്? ഓപ്ഷൻസ്: എ പേഴ്സൺ ഓഫ് ഏജ് ഓഫ് മജോറിറ്റി, എ പൂർദനീഷ്യൻ വുമൺ, എ ലുനാറ്റിക് ഡ്യൂറിംഗ് ലൂസിഡ് ഇന്റർവെൽസ്. ലാസ്റ്റ് ഓപ്ഷൻ ബോത്ത് എ ആൻഡ് സി ഓഫ് ദ അബോവ്. ഇതിൽ ഓപ്ഷൻ എയും സിയും ആവാൻ എന്താ കാരണം? ഓൾറെഡി മെജോറിറ്റി എത്തിയ ഒരാൾക്ക് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാനായിട്ട് വാലിഡ് ആയിരിക്കും, അയാൾ കോമ്പിറ്റൻ്റ് ആയിരിക്കും. അതുപോലെ ലുനാറ്റിക് ഡ്യൂറിംഗ് ലൂസിഡ് ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അയാൾ സൗണ്ട് മൈൻഡ് ആയിട്ടുള്ള സമയത്ത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്താൽ അതെന്താണ്? വാലിഡ് ആണ്. അതുകൊണ്ട് അയാൾ എന്തായിരിക്കും? കോമ്പറ്റൻ്റ് ആയിരിക്കും. അതുകൊണ്ട് ഫസ്റ്റ് ഓപ്ഷൻ റൈറ്റ് ആണ്, തേർഡ് ഓപ്ഷൻ റൈറ്റ് ആണ്. അതുകൊണ്ട് നമ്മൾ ഏത് ഓപ്ഷൻ ചൂസ് ചെയ്യണം? ബോത്ത് എ ആൻഡ് സി ഓഫ് ദ അബോവ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് റിലേഷൻഷിപ്സ് ഡസ് നോട്ട് റേസ് പ്രിസംപ്ഷൻ ഓഫ് അണ്ടർ ഇൻഫ്ലുവൻസ്? ഡസ് നോട്ട് എന്ന് മെയിൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻ നമ്മൾ സ്ട്രെസ് ചെയ്ത് വായിക്കുക തന്നെ ചെയ്യണം. കാരണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഒരു പോയിന്റ് അതിൽ നിന്ന് മിസ്സായി പോകും. അതുകൊണ്ട് എന്താണ്? ലാൻഡ് ലോഡ്സ് ആൻഡ് ടെനന്റ് ഡസ് നോട്ട് റേസ് പ്രിസംപ്ഷൻ ഓഫ് അണ്ടർ ഇൻഫ്ലുവൻസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് എന്തായിരിക്കും? ലാൻഡ് ലോഡ്സ് ആൻഡ് ടെനന്റ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് മീൻസ് ദ അക്സെപ്റ്റൻസ് ഓഫ് ലെസ്സർ ഫുൾഫിൽമെന്റ്? ലെസ്സർ ഫുൾഫിൽമെന്റ് എന്നുള്ള വാക്ക് കാണുമ്പോഴേ നിങ്ങൾ എന്ത് ചെയ്യണം? ഏതോർക്കണം? റെമിഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ പാർട്ണർ ഹു കോൺട്രിബ്യൂട്ട്സ് ദ ക്യാപിറ്റൽ ആൻഡ് ഷെയർ ഓഫ് ദ പ്രോഫിറ്റ്സ് ബട്ട് നോട്ട് ടേക്ക് എനി ആക്റ്റീവ് പാർട്ട് ഇൻ ദ കോണ്ടക്ട് ഓഫ് ബിസിനസ് ഈസ് കോൾഡ് ഡോർമെന്റ് പാർട്ണർ ഓർ സ്ലീപ്പിംഗ് പാർട്ണർ എന്നല്ല പറയാ. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ, the provision of the Employees Provident Fund and Miscellaneous Provision Act 1952 are now applicable to employees who are drawing pay not exceeding rupees 15,000. അപ്പോൾ ഓപ്ഷൻ ഏതായിരിക്കും വരുന്നത്? 15,000. ഓക്കെ അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഈസ് ഗവേൺഡ് ബൈ LLP Act 2008 ആൻഡ് LLP റൂൾസ് 2009. അതിനകത്ത് ആരും തെറ്റിക്കരുത്. 2008 LLP ആക്റ്റും LLP റൂൾസ് 2009 ആണ് വരുന്നത്. ആരും തെറ്റിക്കരുത് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിസ്റ്റർ AB by a letter dated 25th December 2022 offers to sell his house to Mr. BX for rupees 10 lakh. The letter reaches Mr. BX on 27th December 2022, who posts his acceptance on 28th December 2022, which reaches AB on 30th December 2022. Here the communication of offer is complete on എന്നായിരിക്കും കംപ്ലീറ്റ് ആവുന്നത്? 27th December. കാരണം എന്നാണ് അയാളുടെ കയ്യിൽ അത് എത്തിയിട്ടുള്ളത്? 27th December 2022 എത്തിയിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന സ്റ്റേറ്റ്മെന്റ്സ് ഒന്ന് കൺസിഡർ ചെയ്തിട്ട് ഇതിൽ ഏതാണ് റൈറ്റ് ആയിട്ടുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് നോട്ട് കോസ്ഡ് ബൈ കൊയേഷൻ. കൊയേഷൻ ഇല്ലെങ്കിൽ എന്താണ്? കൺസെന്റ് ഫ്രീ കൺസെന്റ് ആണെന്ന് നമുക്ക് പറയാം. ഓക്കെ അല്ലേ? അപ്പൊ അത് ഫസ്റ്റ് ഓപ്ഷൻ എന്തായാലും എന്താ കറക്റ്റ് ആണ്. സെക്കൻഡ് ഓപ്ഷൻ, കൺസെന്റ് ഈസ് സെഡ് ടു ബി ഫ്രീ വെൻ ഇറ്റ് ഈസ് കോസ്ഡ് ബൈ മിസ്റെപ്രസെന്റേഷൻ. മിസ്റെപ്രസെന്റേഷൻ കോസ് ചെയ്തിട്ടുണ്ട്, അത് ഫ്രീ കൺസെന്റ് ആണോ? അല്ല. അതുകൊണ്ട് എന്താണ്? സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അപ്പൊ നമുക്ക് എന്താണ് ഓപ്ഷൻസ് നോക്കിയേ? ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ്, ഓൺലി സ്റ്റേറ്റ്മെന്റ് 2 ഈസ് കറക്റ്റ്, ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്, ബോത്ത് സ്റ്റേറ്റ്മെന്റ്സ് ആർ ഇൻകറക്റ്റ്. അപ്പൊ നമുക്കറിയാം റൈറ്റ് ആയിട്ടുള്ള ഓപ്ഷൻ ഏതാ? ഓപ്ഷൻ സി, ഓൺലി സ്റ്റേറ്റ്മെന്റ് 1 ഈസ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P threatened to kidnap his son if he does not sell his flat worth 80 lakh to him for 10 lakh. This contract is void due to ഫോഴ്സ് ചെയ്തിട്ടാണ് കോൺട്രാക്റ്റിൽ ഏർപ്പെടുത്തുന്നത്, അല്ലെങ്കിൽ ബ്ലാക്ക്മെയിൽ ചെയ്തിട്ടാണ് വരുത്തുന്നത്. അതെന്താണ്? ഫ്രീ കൺസെന്റ് ആണോ? അല്ല. അതുകൊണ്ട് എന്താണ്? ആബ്സെൻസ് ഓഫ് ഫ്രീ കൺസെന്റ് ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈസി ആയിട്ടുള്ള 2 ക്വസ്റ്റ്യൻസ് ആണ് ഈ അടുത്ത 2 വരുന്നത്. ആദ്യത്തെ തന്നെ പറയാം. ക്വിഡ് പ്രോക്യോ എന്ന് പറയുന്ന ടേം എന്തിനാണ് മീൻ ചെയ്യുന്നത്? ഓൾറെഡി നമുക്കറിയാവുന്ന കാര്യമാണ്. കൺസിഡറേഷൻ അല്ലെങ്കിൽ സംതിങ് ഇൻ റിട്ടേൺ, അതിനാണ് ക്വിഡ് പ്രോക്യോ ഇത് ചെയ്യുന്നത്.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ മിനിമം നമ്പർ ഓഫ് ഡയറക്ടേഴ്സ് ഇൻ ഫോർ എ പബ്ലിക് കമ്പനി. പബ്ലിക് കമ്പനിയിലെ ഡയറക്ടേഴ്സ് നമ്പർ എത്ര? 3. ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്, അതൊരിക്കലും സ്കിപ്പ് ചെയ്ത് നല്ല വൃത്തിക്ക് മാർക്ക് ഫുള്ള് സ്കോർ ചെയ്യാവുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, എത്തിക്സ് ആർ ദ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് എ പേഴ്സൺസ്. ഫിലോസഫി ആണോ, ബിഹേവിയർ ആണോ, റിലീജിയൻ ആണോ, പ്രൊഫഷൻ ആണോ? എത്തിക്സ് ആർ ദ സെറ്റ് ഓഫ് മോറൽ പ്രിൻസിപ്പിൾസ് ദാറ്റ് ഗൈഡ് എ പേഴ്സൺസ് ബിഹേവിയർ. അടുത്ത ക്വസ്റ്റ്യൻ, ദ മിൽക്ക് സോൾഡ് ബൈ BX contained germs of typhoid fever. This is a breach of condition as to wholesomeness. അതിനകത്ത് ആർക്കും ഡൗട്ട് ഇല്ലല്ലോ. കണ്ടീഷൻ ആസ് ടു മെർച്ചന്റബിലിറ്റി അല്ല, ഫ്രീ ഫ്രം എൻകംബ്രൻസസ് അല്ല, കണ്ടീഷൻ ആസ് ടു ക്വാളിറ്റി ഓർ ഫിറ്റ്നസ് അല്ല, കണ്ടീഷൻ ആസ് ടു വോൾസംനെസ് ആണ് അതിന്റെ റൈറ്റ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഹാസ് ഓർ ഹാവ് ബീൻ ട്രീറ്റഡ് ആസ് ഗുഡ്സ് under the Sale of Goods Act as per various judgments. Options, gas, water, electricity and all of the above. Already നമുക്കറിയാം ഗുഡ്സ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നത് ഗ്യാസും വാട്ടറും ഇലക്ട്രിസിറ്റി എന്താണ്, ഗുഡ്സ് ആണ്. അപ്പൊ അതുകൊണ്ട് ഗ്യാസും അതെ, വാട്ടറും അതെ, ഇലക്ട്രിസിറ്റി. അതുകൊണ്ട് താഴത്തെ ഓപ്ഷൻ നോക്കി, ഓൾ ഓഫ് ദി അബവ്. അതുകൊണ്ട് റൈറ്റ് ആൻസർ ഏതായിരിക്കും? ഓൾ ഓഫ് ദി അബവ് ആണേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, the price in a contract of sale may be fixed by the contract, fixed in manner thereby agreed, determined by the course of dealing between the parties. അതെന്താണ്? മൂന്നും റൈറ്റ് ആൻസർ ആണ്. പ്രൈസ് ഇൻ എ കോൺട്രാക്ട് ഓഫ് സെയിൽ മേ ബി ഫിക്സഡ് ബൈ ദ കോൺട്രാക്ട്, ഫിക്സഡ് ഇൻ മാനർ thereby agreed, ആൻഡ് ലാസ്റ്റ് ഡിറ്റർമൈൻഡ് ബൈ ദ കോഴ്സ് ഓഫ് ഡീലിംഗ് ബിറ്റ്വീൻ ദ പാർട്ടീസ്. അതുകൊണ്ട് എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ, an instrument of the proxy shall be deposited with the registered office of the company before the conduct of meeting. അതായത് എത്ര മണിക്കൂറിന് മുന്നേ അവിടെ എത്തണം എന്നാ പറയുന്നത്? 60 hours അല്ല, 21 hours അല്ല, 8 hours അല്ല. റൈറ്റ് ആൻസർ ഏതാണ്? 48 hours മുന്നേ രജിസ്റ്റേർഡ് ഓഫീസിൽ ഡെപ്പോസിറ്റ് ഉണ്ടാവണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, under IRDA Act 1999, the authority shall consist of a chairperson, not more than 5 full-time direct members, not more than 4 part-time members. ഇത് മൂന്നും ആപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് എന്തായിരിക്കും റൈറ്റ് ആൻസർ വരുന്നത്? ഓൾ ഓഫ് ദി എബവ്. അടുത്ത ക്വസ്റ്റ്യൻ, അണ്ടർ എ ഡാഷ് ദി ബാങ്ക് ഡു നോട്ട് റിലീസ് എനി ഫണ്ട് ആൻഡ് നോ ക്രെഡിറ്റ് ഈസ് ഗിവൻ ടു ദ ഫേം. എന്തിന്റെ കേസിലാ? ബാങ്ക് ഗ്യാരണ്ടിയുടെ ബേസിസിലായിരിക്കും. അതുകൊണ്ട് എന്താണ്? ബാങ്ക് ഗ്യാരണ്ടി ആണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ. എ പാർട്ണർ ക്യാൻ റിട്ടയർ ഫ്രം എ പാർട്ണർഷിപ്പ് ബൈ ഗിവിംഗ് എ നോട്ടീസ് ഓഫ് ഹിസ് ഇന്റൻഷൻ ടു റിട്ടയർ, കൺസെന്റ് ഓഫ് ഓൾ പാർട്ട്നേഴ്സ്, വേർ ദർ ഈസ് ആൻ എഗ്രിമെന്റ് അബൌട്ട് റിട്ടയർമെന്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ ടേംസ് ഓഫ് ദാറ്റ് എഗ്രിമെന്റ്. ഈ താഴെ പറയുന്ന 3 ഓപ്ഷൻസ് എന്തല്ല? പാർട്ണർഷിപ്പിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നതിന്റെ ഓപ്ഷൻസ് അല്ല. അതുകൊണ്ട് എന്താണ്? നൺ ഓഫ് ദി അബവ് ഓപ്ഷൻസ് ആണ് റൈറ്റ് ആൻസർ ഇവിടെ വരുന്നത്. ഈ 3 മെത്തേഡിലും അല്ല പാർട്ട്ണറിന് റിട്ടയർ ചെയ്യാൻ പറ്റുന്നത്. അതുകൊണ്ട് എന്താണ്? നൺ ഓഫ് ദി അബവ് ഓപ്ഷൻസ് ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദി മിനിമം ഏജ് പ്രിസ്ക്രൈബ്ഡ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് മാനേജിംഗ് ഡയറക്ടർ ഈസ് 18 years. വോൾ ടൈം ഡയറക്ടേഴ്സ് ആണെങ്കിലോ 21 years ആയിരിക്കും. ഓക്കെ അല്ലേ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ടൈപ്പ് ഓഫ് എത്തിക്സ്. നമ്മൾ ഓൾറെഡി എത്തിക്സിന്റെ ടൈപ്പ് പഠിച്ചിട്ടുണ്ട്. എത്തിക്സിന്റെ ടൈപ്സ് ഏതൊക്കെയാ? മെറ്റാ, നോർമറ്റീവ് ആൻഡ് അപ്ലൈഡ് എത്തിക്സ് ആണ്. അതുകൊണ്ട് നോട്ട് എ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? ഇത് കൂട്ടത്തിൽ പെടാത്ത ഏതാണ്? വാല്യൂ എത്തിക്സ് ആണ്. റൈറ്റ് ആൻസർ ഏതാണ്? വാല്യൂ എത്തിക്സ്, നോട്ട് എ ടൈപ്പ് ഓഫ് എത്തിക്സ്. ഇങ്ങനെ ക്വസ്റ്റ്യൻസ് സ്ട്രെസ് ചെയ്തിട്ട് തന്നെ വായിക്കാട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആൻ എംപ്ലോയി മേ ബി ഡിസ്ക്വാളിഫൈഡ് ഫ്രം റിസീവിംഗ് ബോണസ് if he is dismissed from on the ground of fraud, theft, misrepresentation or sabotage of any property of establishment, riotous and violent behavior on the premises of the establishment. ഇതിൽ ഏത് കണ്ടീഷൻ ആണെങ്കിലും എന്താണ്? അയാൾക്ക് ബോണസ് റിസീവ് ചെയ്യുന്നതിൽ നിന്ന് ഡിസ്ക്വാളിഫൈഡ് ആവും. ആര്? എംപ്ലോയി. അതുകൊണ്ട് ഏതായിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ? ഓൾ ഓഫ് ദി അബവ് ആയിരിക്കും. ഈ 3 കണ്ടീഷനിൽ അയാൾ എന്താവും? ബോണസ് റിസീവ് ചെയ്യുന്നതിൽ നിന്നിട്ട് ഡിസ്ക്വാളിഫൈഡ് ആവും. അതുകൊണ്ട് ഏതായിരിക്കും റൈറ്റ് ആൻസർ? ഓൾ ഓഫ് ദി അബവ് മെൻഷൻഡ് ഓപ്ഷൻസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ,
ഹു ഈസ് എംപ്ലോയി അണ്ടർ ദ പേയ്മെന്റ് ഓഫ് ഗ്രാറ്റുവിറ്റി ആക്ട് 1972. എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന എവിടെയാ? ആരെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്? പൂജാരി വർക്കിംഗ് ഇൻ ടെമ്പിൾ ആണോ? അല്ല. ബസ് ഡ്രൈവറോ? അതെ. ബോത്ത് ഓഫ് ദി അബോവ് ഓപ്ഷൻസ് വരുമോ? ഇല്ല. നൺ ഓഫ് ദി അബോവ് ഓപ്ഷൻസ് വരുമോ? ഇല്ല. എന്തുകൊണ്ട്? സെക്കൻഡ് ഓപ്ഷൻ ബസ് ഡ്രൈവർ ആണ് എംപ്ലോയി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കവേർഡ് ഇൻ ഫാമിലി അണ്ടർ ESA ആക്ട് 1948? ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്ന അവിടെ ആരാ? സ്പൗസ്, മൈനർ ലെജിറ്റിമേറ്റ് ഓർ അഡോപ്റ്റഡ് ചൈൽഡ് ഡിപ്പെൻഡന്റ് അപ്പോൺ ഇൻഷുർഡ് പേഴ്സൺ, അൺമാരീഡ് ഡോട്ടർ. ഈ 3 പേരും എന്താണ്? ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്തായിരിക്കും റൈറ്റ് ആൻസർ? ഓൾ ഓഫ് ദി അബോവ് മെൻഷൻഡ് ഓപ്ഷൻസ് ആയിരിക്കും. ഈ 3 പേരും നമ്മുടെ ഫാമിലി ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. അതുകൊണ്ട് ഓൾ ഓഫ് ദി അബോവ് മെൻഷൻഡ് ഓപ്ഷൻസ്. മിസ്റ്റർ കീർത്തി വാസ് ടെർമിനേറ്റഡ് ബൈ ഹിസ് എംപ്ലോയർ. എന്താ ചെയ്തിട്ടുള്ളത്? ടെർമിനേറ്റഡ് ബൈ ഹിസ് എംപ്ലോയർ ഓൺ ദ ഫാക്ടറി വിത്ത് എ റീസൺ ഓഫ് നോൺ സാറ്റിസ്ഫാക്ഷൻ ഓഫ് പെർഫോമൻസ് ഓഫ് മിസ്റ്റർ കീർത്തിസ് വർക്ക്. When is the wage earned by Mr. Kirti till the date of termination need to be paid by the employer? അയാളെ ടെർമിനേറ്റ് ചെയ്ത സമയത്ത് അയാൾക്ക് കൊടുക്കാനുള്ള വേജസ് എന്ന് കൊടുക്കണം എന്നാ പറയുന്നത്? ബിഫോർ ദ എക്സ്പയറി ഓഫ് സെക്കൻഡ് വർക്കിംഗ് ഡേ ഫ്രം ടെർമിനേഷൻ. ബിഫോർ ദി എക്സ്പയറി ഓഫ് ദ സെക്കൻഡ് വർക്കിംഗ് ഡേ ഫ്രം ടെർമിനേഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിനിമം വേജസ് പേയബിൾ അണ്ടർ ദ മിനിമം വേജസ് ആക്ട് 1948 ഷാൽ ബി പെയ്ഡ് ഇൻ ക്യാഷ്. കൈൻഡ് ആയിട്ട് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ക്യാഷ് ഇൻ ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സോണ്ട് ലിമിറ്റഡ് ഹാസ് മോർ ദാൻ 500 വർക്കേഴ്സ്. എത്ര വർക്കേഴ്സ് ഉള്ള? 500 വർക്കേഴ്സ്. ഓർഡിനറിലി എംപ്ലോയിഡ്. വൺ ഓഫ് ദ എംപ്ലോയീസ് ഗോട്ട് ഇൻജേർഡ് വൈൽ പെർഫോമിംഗ് ഹിസ് ഡ്യൂട്ടീസ്. ദർ ഷുഡ് ബി പ്രൊവൈഡഡ് ബൈ ദി മാനേജ്മെന്റ്. എന്തായിരിക്കും പ്രൊവൈഡ് ചെയ്യേണ്ടത്? ആംബുലൻസ് റൂം ആണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. എത്ര നമ്പർ ഓഫ് വർക്കേഴ്സ് ഉള്ളത്? 500 വർക്കേഴ്സ് ആണുള്ളത്. Next question, health insurance business means the affecting of contracts which provide for sickness benefit, medical benefit and surgical benefits. All of the above options ആയിരിക്കും. കാരണം 3 ബെനിഫിറ്റ്സ് നമുക്ക് എന്ത് കിട്ടുന്ന? ഹെൽത്ത് ഇൻഷുറൻസ് ബിസിനസ്സിനകത്ത് പ്രൊവൈഡ് ആയിട്ടുള്ള സർവീസസ് ആണത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആസ് പെർ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് 1881? ഇതിനകത്ത് സത്യം പറഞ്ഞാൽ ബിൽ ഓഫ് എക്സ്ചേഞ്ച് ഉണ്ട്, ഡെലിവറി നോട്ട് ഉണ്ട്, ഷെയർ സർട്ടിഫിക്കറ്റ് ഉണ്ട്, ബെയറർ ചെക്ക് ഉണ്ട്. നോട്ട് എ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സത്യത്തിൽ പറഞ്ഞാൽ ഈ 2 നോട്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അല്ല. നമ്മുടെ ഓപ്ഷൻസിനകത്ത് ഇതിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, ചിലപ്പോൾ ക്വസ്റ്റ്യൻസിനകത്ത് ഓപ്ഷൻസിൽ ഇതിൽ ഏതെങ്കിലും ഒരു ഐറ്റം കാണുള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യുക? ഉള്ളത് മാർക്ക് ചെയ്യുക. ഇതിനകത്ത് ഇപ്പോൾ 2 ഉണ്ട്, പക്ഷെ നമുക്ക് വേറെ ഇത് 2 മാർക്ക് ചെയ്യാനുള്ള ഓപ്ഷനും ഇല്ല. ഇതിനുള്ള മാർക്ക് ചിലപ്പോൾ എന്ത് തരും? ICMA നമുക്ക് പ്രൊവൈഡ് ചെയ്യും. ഇത് 2 നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ്സ് അല്ല. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, Section 13 of the Negotiable Instrument Act provides that a negotiable instrument includes promissory note, bill of exchange and checks. It is negotiable by statute. Custom usage അല്ല, statute ആയിട്ട് എന്ത് ചെയ്യാം? നെഗോഷ്യബിൾ ആണ്. ഓക്കെ അല്ലേ ഇത്? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, P agrees to pay T ₹5,000 if T will marry P's daughter Z. ഈ കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്ന സമയത്ത് അല്ലെങ്കിൽ എഗ്രിമെന്റിനകത്ത് വരുന്ന സമയത്ത് ഇസഡ് ഓൾറെഡി ഡെഡ് പറഞ്ഞിട്ടുണ്ട്. അത് പോസിബിൾ ആയിട്ടുള്ള ഒരു എഗ്രിമെന്റ് അല്ലെങ്കിൽ കോൺട്രാക്ട് ആണോ? അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? വോയിഡ്. തെറ്റിക്കേ ചെയ്ത് പ്രോപ്പറായിട്ട് ഇങ്ങനെ സ്ട്രെസ് ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ തന്നെ എന്ത് കിട്ടും? നമുക്ക് അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള ഒരു ട്രാക്ക് കിട്ടും. അപ്പൊ തന്നെ നമുക്കത് മനസ്സിലാവും എന്താണ് ഇതിനകത്ത് സ്ട്രെസ് ചെയ്ത് പറഞ്ഞിട്ടുള്ളത്. അല്ലെങ്കിൽ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും, അത് നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് റൈറ്റ് ആയിട്ടുള്ള ആൻസർ തന്നെ ചൂസ് ചെയ്യുക. നല്ലപോലെ സ്ട്രെസ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വായിക്കുക. ഇങ്ങനെ ഇച്ചിരി ട്രിക്കി ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ തന്നെ മാർക്ക് സ്കോർ ചെയ്യേണ്ടതായിട്ട് ഉറപ്പായിട്ടും ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ, ക്വാസി കോൺട്രാക്ട്സ് ആർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ബോത്ത് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. ഇക്വിറ്റിയും ഉണ്ട്, ജസ്റ്റിസും ഉണ്ട്. അതുകൊണ്ട് എന്തായിരിക്കും? ബോത്ത് ഇക്വിറ്റി ആൻഡ് ജസ്റ്റിസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് കേസസ് ദ അൺപെയ്ഡ് സെല്ലർ ലോസസ് ഹിസ് റൈറ്റ് ഓഫ് ലീൻ? Delivery of goods to buyer, delivery of goods to carrier, tender of price by buyer. ഈ കേസസിൽ ഏതിലൊക്കെ ആണെങ്കിൽ എന്തായിരിക്കും? അൺപെയ്ഡ് സെല്ലറിന് അയാളുടെ അധികാരം, റൈറ്റ് ഓഫ് ലീൻ എന്താവും? ലോസ് ആവുന്ന കേസസ് ആണ് ഈ 3 പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഓൾ ഓഫ് ദി അബോവ് ഓപ്ഷൻസ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ഓർ ആർ ദ എക്സാമ്പിൾ ഓഫ് സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. ഇമ്പോസിബിലിറ്റിനെ കുറിച്ച് പറയുന്ന ഏതൊക്കെ ബേസിസിലായിരിക്കും? ഡിക്ലറേഷൻ ഓഫ് വർക്ക്സ്,
സിവിൽ ഡിസൊബീഡിയൻസ്, സ്ട്രൈക്ക്. ഈ 3 കേസിലും എന്തായിരിക്കും? സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി ആണ്. ഇത് 3ഉം എന്തിന്റെ എക്സാമ്പിൾ ആണ്? സൂപ്പർവീനിങ് ഇമ്പോസിബിലിറ്റി. ഓൾ ഓഫ് ദ അബവ് ആയിരിക്കും നമ്മുടെ റൈറ്റ് ആൻസർ. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് റിക്വയർ മിനിമം ക്യാപിറ്റൽ ഓഫ് റുപ്പീസ് എത്രയാണ് വേണ്ടേ? 100 crore ആണോ? അല്ല. 300 crore അല്ല. 500 crore അല്ല. അപ്പൊ എന്തായിരിക്കും ഓപ്ഷൻ? നൺ ഓഫ് ദി അബവ്. എല്ലാവരും അത് ഓർത്ത് വെച്ചാണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദി എസെൻഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പാർട്ണർഷിപ്പ് ആർ അസോസിയേഷൻ ഓഫ് 2 or more persons, എഗ്രിമെന്റ് ബിറ്റ്വീൻ പേഴ്സൺസ്, ലോഫുൾ ബിസിനസ്. പാർട്ണർഷിപ്പിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ല ഈ 3 പറയുന്നത്. അതുകൊണ്ട് എന്തായിരിക്കും? ഓൾ ഓഫ് ദി അബവ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഓർ ആർ നോട്ട് എ ഫീച്ചർ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ്? നോട്ട് എ ഫീച്ചർ ഓഫ് ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പ് ഏതായിരിക്കും? ബോഡി കോർപ്പറേറ്റ് ആണ്. ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ഒരു ഫീച്ചർ ആണ് ബോഡി കോർപ്പറേറ്റ്, സെപ്പറേറ്റ് ലീഗൽ എൻറ്റിറ്റി. അതുപോലെ പെർപെച്വൽ സക്സഷനും. മ്യൂച്വൽ ഏജൻസി നമ്മുടെ ലിമിറ്റഡ് ലയബിലിറ്റി പാർട്ണർഷിപ്പിന്റെ ഒരു ഫീച്ചർ ആണോ? അല്ല. അതുകൊണ്ട് എന്തായിരിക്കും ഓപ്ഷൻ? മ്യൂച്വൽ ഏജൻസി. നോട്ട് എ ഫീച്ചറിന് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് എന്ത് ചെയ്യുക? സ്ട്രെസ് ചെയ്തിട്ട് തന്നെ ക്വസ്റ്റ്യൻസ് വായിക്കണം. എ ബാങ്കർ മസ്റ്റ് റെഫ്യൂസ് എ കസ്റ്റമേഴ്സ് ചെക്ക് വെൻ കസ്റ്റമർ ബിക്കംസ് ഇൻസെയിൻ, കൗണ്ടർമെൻസ് പേയ്മെന്റ്. ഈ 3 കേസിൽ എന്ത് ചെയ്യും? ബാങ്കർ കസ്റ്റമറിന്റെ ചെക്ക് റെഫ്യൂസ് ചെയ്യും. അതുകൊണ്ട് നമ്മുടെ റൈറ്റ് ആൻസർ ഏതാ വരുന്നത്? ഓൾ ഓഫ് ദി അബവ് ഓപ്ഷൻസ് ആയിരിക്കും വരുന്നത്. At an auction sale, X is the highest bidder. The auctioneer accepts the offer by striking the hammer on the table. This is an example of implied acceptance അല്ലേ? എക്സ്പ്രസ് അല്ലല്ലോ. സ്പെഷ്യൽ അക്സെപ്റ്റൻസും അല്ല. നൺ ഓഫ് ദി എബോവ് മെൻഷൻഡ് ഓപ്ഷൻസും അല്ല. ഏതാണ് ഇവിടുത്തെ റൈറ്റ് ആൻസർ? ഇംപ്ലൈഡ് ആണ്. അയാൾ നേരിട്ട് കാര്യം പറയല്ല ചെയ്യുന്നത്. സ്ട്രൈക്കിംഗ് ദ ഹാമർ ഓൺ ദ ടേബിൾ ആണ് പറയുന്നത്. അപ്പൊ അതെന്തുകൊണ്ടായിരിക്കും? ഇംപ്ലൈഡ് അക്സെപ്റ്റൻസ് ആയിരിക്കും. നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഡിസംബർ 2024 40 ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല വൃത്തിക്ക് തന്നെ പഠിച്ച് പ്രിപ്പയർ ചെയ്ത് പരീക്ഷ എഴുതുക. എല്ലാവരും നല്ല മാർക്കോടുകൂടി സ്കോർ ചെയ്ത് പാസ്സാവുക. ഓൾ ദി ബെസ്റ്റ്.